ഹായ്, ഞാൻ ഈ ചാനലിൽ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ. ഇന്നിപ്പോൾ വൈശാഖിനെ കിട്ടിയോണ്ട് ക്യാമറ പിടിക്കാൻ കിട്ടിയോണ്ട് ഇതിൻ്റെ ഭാഗമാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു നോമ്പുറക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഖത്തറിൽ ഒരു ഹൗസ് ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഉണ്ട്. ഷാനവാസ് ഏറ്റുവ എന്ന് പറഞ്ഞ മൂപ്പരെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു നോമ്പുറ അടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എനിക്ക് ആ എല്ലാവരും കൈ കൊടുത്തിട്ട് പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനും വേണ്ടിയിട്ട് ഈ വീഡിയോത്തിൽ ലെങ്ത് ഉണ്ടാവും. എന്നാലും നമ്മൾ എത്ര ഡ്രൈവേഴ്സ് ഇവിടെ ഈ പ്രവാസിയായിട്ട് ഇവിടെ ഉള്ളത് പരസ്പരം അങ്ങോട്ടൊന്നും അറിയൊന്നുമില്ല. അതിലൊരുവിധം ഒരു 10,000-3000 ആൾക്കാരെങ്കിലും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൊരു കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉള്ള ഒരു സംഘടനയാണ് ഖത്തർ ഡ്രൈവേഴ്സ് കൂട്ടായ്മ. ഷാനവാസ് ഏറ്റുവാനെ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പര് ഞാൻ ഒരുപാട് വീഡിയോസ് രണ്ടും ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ മൂപ്പര് ജോലി സഹായത്തിന് ജോലി ആവശ്യമായിട്ട് ആരെന്ത് വിളിച്ചാലും മൂപ്പര കാര്യത്തിന് യാതൊരു മടിയും കൂടാതെ ആളുടെ അറിവിലുള്ളത് സർക്കിളിൽ വെച്ചിട്ട് ജോലി റെഡിയാക്കി കൊടുക്കാറുണ്ട്. എപ്പോഴും ഗ്രൂപ്പിൽ അതിനെ പറ്റിയുള്ള മെസ്സേജുകളും വരാറുണ്ട്. ഇവിടെ തന്നെ ഖത്തർ ഇപ്പോൾ കർച്ചയാത്തിലാണെങ്കിൽ അവിടെ ഒരു ഖത്തർ ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ, ആരെങ്കിലും ഇപ്പോൾ വിളിച്ചോളും പറഞ്ഞിട്ട് ആരാദ്യം മെസ്സേജ് അയച്ചോ അവർ. കാരണം ഒരുപാട് പേര് ജോലി ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ നോമ്പ് പറയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഓക്കെ, ഖത്തർ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിൻ്റെ ലോഗോ ആണ് കേട്ടത്. എടുത്തോന്ന് നോക്കിയാൽ അവരുടെ ഇഫ്താർ മീറ്റ് 2026 ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൊമെൻറ്റോകളുണ്ട് നമ്മളിവിടുത്തെ ആൾക്കാർക്ക് സ്നേഹാദരായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പിൻ്റെ പിന്നിൽ ഷാനവാസ് ചേട്ടനൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് സംഘടന രംഗത്തെ ആത്മാർത്ഥതയ്ക്കുള്ള പ്രവർത്തന മികവര് സ്നേഹാദരം ഖത്തർ ഡ്രൈവേഴ്സ് ഇങ്ങനെ ഒരു മൊമെൻ്റൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഷാനവാസ് ചേട്ടൻ മൂപ്പരെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടിനെ പറ്റി പറയാം? ആദ്യമായിട്ട് ബ്രോനോട് താങ്ക് യു പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സജീവ പ്രവർത്തകനായിരുന്നു. നന്ദി. പിന്നെ ഹൈപ്പാക്കിയിട്ട് ബ്ലോഗറാന്ന് പറഞ്ഞ ഹൈപ്പാക്കിയിട്ട് ഇപ്പൊ തീരെ അതല്ല, കാരണം 2 വർഷങ്ങളായിട്ട് നമ്മള് ദോഹ കോർണിഷിലായിരുന്നു നമ്മളുടെ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ വർഷത്തിൽ അറിയാം സാഹചര്യത്തിന്റെ കണക്കിൽ എടുത്തുകൊണ്ട് നമ്മൾ ഇൻഡോർ ആക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടെ നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ മെമ്പേഴ്സിന്റെ പ്രയത്നം കൊണ്ട് ഈ പരിപാടി ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടുള്ള വിജയകരമാകും തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനും ഒരു 10-30 ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോഴത്തെ സാഹചര്യം കാരണം ഇവിടെ വന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു പരിപാടി പറഞ്ഞു. ഇക്കെന്തോ ഐക്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞോളൂ. ഐക്യം എന്ന് പറഞ്ഞ കൂട്ടായ്മ. അത് രാത്രി കണ്ണുകള് നനയ്ക്കാതിരിക്കാൻ രാവും പകലും പ്രവർത്തിക്കുന്ന നമ്മുടെ മാണിക്ക് വില മതിക്കാൻ പറ്റാത്ത മാണിക്കല്ലേ, നമ്മുടെ കൂടപ്പറപ്പാണ്. കണ്ണുകൾ നനയാതെ ഏത് നേരത്തെ വിളിച്ചാലും നമ്മുടെ എല്ലാ കാര്യം കേൾക്കാനും താങ്ങും തണലേറ്റ് ഓടി എത്താനുള്ള നമ്മുടെ ദുആയാണ് കുടുംബത്തിനും പുള്ളിക്കാരും വേണ്ടത്. എന്തൊക്കെ പേര്? ഹമീദ് ഭായി നാട്ടിലെവിടെ? കുറ്റ്യാടിയൊക്കെ ഞാൻ അവിടെ മറ്റേ തൊട്ടിൽപ്പാലം ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വന്നിട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ താമസിക്കുന്ന മത്താർക്കത്തി ജോലിയും കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? ഞാനിങ്ങനെ വീഡിയോയിലെ ഓരോരുത്തർക്കും ഒരു ആഗ്രഹം എല്ലാരും ഇങ്ങനെ കൈ കൊടുത്തൊന്ന് പരിചയപ്പെടണമെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മള് ഷാനവാസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒരു എത്ര നല്ലൊരു അഭിപ്രായം നല്ല അഭിപ്രായം കുറെ ആൾക്കാർക്ക് മൂപ്പര കയ്യില് റിസ്കില് ആൾക്കാർക്ക് നല്ല ഉപയോഗം. അത് നമ്മളെപ്പോലുള്ളവർക്കും ഇവിടെ വിളിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എന്താ നമ്മുടെ ഷാനവാസിനെ പറ്റിയുള്ള അഭിപ്രായം? പറയാനില്ല, നമുക്കൊരു ധൈര്യമാണ്, ഒരു എനർജിയാണ്, എല്ലാം കൊണ്ടും. കത്തിയാണ്ട് മേടിച്ചിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല. അതല്ലേ കഴിഞ്ഞ വർഷം നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നിൽക്കുന്ന ധൈര്യം നമുക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ തന്നെ അവർക്ക് ഇത് കൊടുക്കാനും പിന്നെ എന്താ പറയുക റൂമ് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാനും നമുക്കൊരു ധൈര്യമാണ്. സത്യം പറയുക ഒരു വോയിസ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആക്കി തന്നിരിക്കും. അപ്പൊ റിയാസ് നാട്ടിലെവിടെയാണ്? ഞാൻ കാട്ടാക്കട. നമ്മള് അങ്ങനെ പുറത്ത് വിളി കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇവിടുന്ന് കണ്ട ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ട്, നമ്മളൊരു ബോണ്ട് ഉണ്ട്. അതെ. ഷാനവാസ് സ്റ്റേറ്റ് മൂപ്പരെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ലൊരു മനുഷ്യൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാരും മുൻകൂട്ടി ആരും ചെയ്യാറില്ല. അല്ലാതെ ഒരുക്കി കൂട്ടി ഇതിനു വേണ്ടി വണ്ടി കളിക്കുക അല്ല, 1-2 വട്ടം ചെയ്തിട്ട് മടുക്കും നമുക്ക്. ഇത് കാലങ്ങൾ ഇപ്പൊ എത്ര 3 വർഷത്തിലോളം ആയിരുന്നു. അതിന് മുന്നേ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ വന്നിട്ട് ഞാൻ ഇപ്പൊ 2-3-ാമത്തെ വട്ടമാണ് നോക്കണേ. അൽഹംദുലില്ലാ എല്ലാവർക്കും ജോലി ആയാലും എന്തിനായാലും മുൻകൂട്ടി ആള് നിൽക്കുന്നുണ്ട്. ആൾക്കിപ്പോ നല്ലൊരു ജോബായി മാറി. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള ടീമുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ മറ്റേ എന്തായിരുന്നു സർവത്ത് കലക്കിക്കൊണ്ടിരിക്കണ കാക്കയാണ്. നിങ്ങളുടെ പേരെന്തായിരുന്നു? നാട്ടിലെവിടെയാണ്? വടകര. ആ ഇവിടെ 3-ാം വർഷത്തിലേക്കാണ് ഇപ്പൊ നമ്മുടെ ഇത് കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ കോർണിഷിൽ വെച്ചിട്ട് ഉഷാറായിരുന്നു. അതിലും
ഉഷാറായി. ഇൻഷാല്ലാ. എന്താ ബ്രോ പേരെന്തായിരുന്നു? സിറാജ് ഭായ്. എന്താണെന്നിട്ട് വിശേഷങ്ങൾ? നാട്ടിലെവിടെ? അങ്ങോട്ട് നോക്കി. എറണാകുളം. എറണാകുളത്തോടെ? മൂവാറ്റുപുഴയാണോ? ആ ശരി. മൂവാറ്റുപുഴ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അഫ്സൽ എന്ന് പറഞ്ഞിട്ട്, ഖത്തർ കപ്പിൾസ്. അവൻ അവിടെയാണ്. ഞാനവിടെ വരാറൊക്കെ ഉണ്ട്, മറ്റേ തമ്മനം ആ ഭാഗത്തൊക്കെ. അങ്ങോട്ടല്ല, അങ്ങോട്ട്. ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ റാത്തല്ലേ? എന്താണ് ബോസ് പേര്? അൻസിൽ ഭായ്. നാട്ടിലെവിടെ? ഇടുക്കി തൊടുപുഴ. അതൊക്കെ ഉള്ള ഇടുക്കിയിലൊക്കെ നമുക്ക് അങ്ങനെ പരിചയക്കാരില്ല കേട്ടോ. നമ്മളിപ്പോ ലത്തീഫായിട്ട് വളരെ ബന്ധം കാരണമാണ് വന്നത്. നമ്മൾ വിളിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നിഷാമയുടെ നാട്ടില് വളാഞ്ചേരി. ഞാൻ പട്ടാമ്പി കേട്ടോ. ഇവിടെ എവിടെ വർക്ക് ചെയ്ത്? അവിടെ ഒരു കമ്പനിയിലെ ICC. ഇവിടെ ഷാനവാസ് ഭായിനെ പറ്റി നമ്മളെ മുത്തല്ലേ, നമ്മളെ ചങ്കല്ലേ, കുറ്റൊന്നും പറയാനില്ല. എന്നും പറയാൻ ഇത് എടുക്കണ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡ്രൈവേഴ്സിന് ഒരുപാട് ഒരു ധൈര്യമാണ്. നമ്മുടെ ഷാനവാസ് ചേറ്റുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ നല്ലത് പറയണ്ട, നല്ലത് തന്നെ എല്ലാവരും പറയുള്ളൂ. അതെ, 2 വർഷം. കഴിഞ്ഞ വർഷം 2 ആഴ്ച. നമ്മുടെ ഷാനവാസ് ചേറ്റുവിനെ പറ്റിയിട്ട് എന്താ പറയുള്ളൂ? വേറെ എന്തൊക്കെ വർത്തമാനം കേൾക്കണ്ടല്ലോ? അങ്ങനെയല്ല, ഞാനും അവനായിട്ടുള്ള ബന്ധം ഒരു ചുരുങ്ങിയ 7 വർഷത്തെ ബന്ധമുണ്ട്. 7 വർഷത്തെ ഈ ഖത്തറിൽ വന്ന എല്ലാം കൊണ്ടും എല്ലാവർക്കും പണി ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് പണി ഒപ്പിച്ചു നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരു ആര് പേര് നേരത്തെ ഇപ്പൊ വിളിക്കണവർക്ക് അറിയില്ല ഏത് നേരത്തെ വിളിക്കണു, നാളെ എന്താ അവസ്ഥയിലാണെന്നൊന്നും. അല്ല, ഒരു എന്നാൽ പോലും എല്ലാം എടുത്ത് മാനേജ് ചെയ്യാറുണ്ട്. ജോലിയും ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ. അതെ, ഇവിടെ ഒരുക്കങ്ങളില്ലേ, ഇഫ്താറിനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും ആദ്യം സീറ്റ് പിടിച്ചിരിക്കുക. നമ്മളിനി അവിടെ ഇരിക്കണോ? എല്ലാവരും നോമ്പുറക്കുള്ള ഒരുക്കത്തിൽ ഇരിക്കൽ തുടങ്ങി. ഇവിടെ എല്ലാവരും ഒന്നും കൂട്ടി പരിചയപ്പെടൽ നടക്കൂല. അത് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സുബൈർ. സുബൈർ ഭായി നാട്ടിലെവിടെയാണ്? നാട്ടില് മലപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇവിടെ എവിടെയാണ്? ഇവിടെ ഹിലാലിലാണല്ലോ. നമ്മുടെ ഷാനവാസ് ചേറ്റുവിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? നല്ലതല്ല, മോശം അഭിപ്രായങ്ങൾ? ഏറ്റവും മോശമല്ല, കത്തി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. മോശമുള്ള പറയാൻ ഞാൻ കുറച്ച് നേരം എല്ലാവരും സഹായിക്കും. അതന്നെയാണ് ആ ഒരു ബന്ധം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങൾ നിങ്ങളും വീഡിയോ എടുക്കണ്ടല്ലോ, കിട്ടണില്ല. അല്ല, ഇന്ന മാത്രല്ല പേര് കിട്ടണില്ല. അങ്ങനെ നിങ്ങളെ പറ്റിയുള്ള കുറ്റങ്ങളെ പറയുന്നത് എന്നോടാ പറയാൻ പറഞ്ഞു. അതെ, എന്നിട്ട് ആളവിടെ ഒക്കെ ഉണ്ട്. ഭയങ്കര തിരക്കിലും പണിയിലും ഓട്ടത്തിലാണ് അല്ലേ? എന്നിട്ട് ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഞാനും പിന്നെയും കണ്ടിട്ടുണ്ടോ? ഞാൻ പിന്നെ ആളെടുക്കാൻ പോയി. ശരി. നിങ്ങളുടെ പേരെന്തായിരുന്നു? സലീം. നിങ്ങൾക്ക് എന്തൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മൂപ്പരെ പറ്റിയിട്ട് നല്ല അഭിപ്രായം അല്ലേ? മോശമായിട്ടൊന്നുമില്ല. അതെ, കഴിഞ്ഞ കൊല്ലത്തെ നെയ്ച്ചോറും ബീഫും ഗംഭീര സാധനല്ലേ? അതെന്നെ കിട്ടിയോ ചേർന്ന് അതപ്പുറം വന്ന് അതേ ഫുഡ് കിട്ടിച്ചിട്ടാണ്. അല്ല, ആർജെ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടർ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സ്ഫുടമായിട്ടാണ് സംസാരിക്കുക. നമ്മളിപ്പോൾ ഇന്ത്യക്ക് ഒരു കൊളോക്കൽ സ്ലാങ് അല്ല, ഒത്തിരി അല്ലേ, ഒരു ഫോർമൽ ടോക്കാണ് മലയാളം ആണെങ്കിൽ. അങ്ങനെ അല്ല, അതൊക്കെ വളരെ വിരളായിട്ട് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. മൂപ്പരിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല പറയുന്നത്. അതിനെ പറ്റി നല്ല പറയുന്നത്. ഷാനവാസ് ചേറ്റുവിനെ പറ്റിയിട്ട് എനിക്ക് പേഴ്സണലി എന്താ പറയുക? ഷാനവാസ് ചേറ്റുവിനെ ഏകദേശം എനിക്കൊരു 5 വർഷത്തോളം പരിചയമുള്ളതാണ് ഞാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടും അല്ല ഈ ഒരു സംഘടനയെ കുറിച്ചിട്ടും എനിക്ക് ഏകദേശം ഈ 5 വർഷത്തോളം അറിയാം. പുള്ളി ചെയ്യുന്ന എഫേർട്ടുകളും പുള്ളി ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ കഴിയുന്നത് എല്ലാ വർഷവും പുള്ളിക്ക് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹത്തിന് പുറത്ത് വന്നതാണ്. എല്ലാ കൊല്ലം ഓരോ സ്നേഹാദരം ഉണ്ടാവാറുണ്ട്. വെള്ളം നോക്കട്ടെ. ഷാനവാസ് ചേച്ചിയുടെ വലങ്കയും ഇടങ്കയും പുറകുന്ന് കുത്താനും കാത്തിരിക്കുന്ന ചങ്കൊക്കെ ആയിട്ടുള്ള പേരെന്തായിരുന്നു നിങ്ങളുടെ? ബോഡിഗാർഡ്. വല്ലോ പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് ഷാനവാസ് ചേച്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റം പറയാനുള്ളത്? കുറ്റം പറഞ്ഞാലേ എല്ലാവരും ഇങ്ങനെ സഹായിക്കും. അതന്നെ പ്രശ്നം, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളൂ. എന്നിട്ട് നമ്മുടെ ഷാനവാസ് ചേച്ചിനെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറയാനുള്ളത്? കുറ്റം പറയാൻ ചോറ് മുടക്കും ചിട്ട നമുക്ക് എല്ലാവർക്കും. അതെ, നമ്മളല്ലേ നമ്മളിപ്പോഴുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒരു കൂട്ടിയിട്ട് എല്ലാവരും ഒന്ന് കാണാനും ഇതാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം? സ്വന്തമായിട്ടുള്ള അഭിപ്രായം സൂപ്പർ തന്നെ. എല്ലാരും കാണാൻ പറ്റി. ഞാൻ അതൊക്കെ എടുത്തിട്ടൊന്ന് യൂട്യൂബ് ഇടാന്ന് വിചാരിച്ചു. വെറുതെ ഇങ്ങനെ എടുത്തിട്ട് നന്നായി. മറ്റേത് ഇൻസ്റ്റയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വീഡിയോ ഇടും. അങ്ങനെ കാണാം.
ഇവിടെയൊക്കെ ആൾക്കാർ ഫില്ലായി തുടങ്ങി. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും കൂടിയിട്ടാണല്ലേ എല്ലാവരും ഇരുന്ന് അവരവരെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോമ്പറൊക്കെയുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും പരിചയപ്പെടുക പറഞ്ഞ പരിപാടി നടക്കണം. നിങ്ങൾ പോന്നോളൂ. എല്ലാവരും പരിചയപ്പെടുന്ന പരിപാടി നടക്കും തോന്നുന്നില്ല. ഞാനൊരുവിധം നമ്മളിപ്പോൾ അല്ലേ നമുക്ക് നോമ്പറൊക്കെ ഇരുന്ന് അല്ലേ പരിപാടി നോക്കാം. കുറച്ച് ബി റോൾസ് ഒക്കെ എടുക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കട്ടെ. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയമുള്ളവരെന്ന് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും 1000 നന്ദി. ഖത്തർ ഡ്രൈവേഴ്സിൻ്റെ പേരിൽ നമ്മൾ 2 വർഷമായിട്ട് ഓൾറെഡി നടത്തിക്കൊണ്ടിരുന്ന പരിപാടിയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡോർ ആക്കി. പക്ഷെ ഇൻഡോർ ആക്കിയാൽ കൂടെ മാഷാ അല്ലാഹ് ഒരുപാട് സജീവമായിട്ടുള്ള പ്രവർത്തകരുടെ ഒത്തുകൂടലുകൊണ്ട് ഈ പരിപാടി പൂർണ്ണ വിജയമായി. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിസംബോധന ചെയ്ത് ഞാൻ ഈ ഉപഹാരം കൈമാറും. നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അല്ലേ? അവരൊക്കെ തന്നെ വന്നല്ലേ? അതെ, വിചാരിക്കാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന്. അതെ, കഴിഞ്ഞതിനെക്കാട്ടിയും ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ പരിപാടിനെ പറ്റിയിട്ട് ഷാനവാസ് ഷിഹാബായി നമ്മളെല്ലാവരോടും ഇങ്ങനെ എന്താ മുമ്പ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിരുന്നിട്ട് എല്ലാവരോടും അടുത്തും ഇങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല. കാരണം താഴെയും മേലൊക്കെ ആയിട്ട് ശരിക്കും മിയാ പാർക്കിൽ വരുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇൻഡോറിലുണ്ട് ഉണ്ടായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നണി പ്രവർത്തകർ ഇവര് മാത്രമല്ല കേട്ടോ, എല്ലാരും എടുക്കാനുണ്ട്. എന്നാലും ഇന്നത്തെ ഒരു ഫീലിംഗ് എന്താണ് ഇന്നത്തെ ഒരു പരിപാടിനെ പറ്റിയിട്ട്? ഇങ്ങനത്തെ നിമിഷങ്ങള് നമുക്ക് പടച്ചവൻ ചില സമയങ്ങളിലൊക്കെ വളരെ സന്തോഷം ഉണ്ടാ. കാരണം ഈ നമ്മളുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സൊക്കെ ഒത്തുചേർന്നിട്ടുള്ള ഈ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്നത്തെ വിജയം. അപ്പൊ വന്നവർക്കും പങ്കെടുത്തവർക്കും ഈ പരിപാടിനെ വിജയിപ്പിച്ചവർക്കും എല്ലാം ഒരുപാട് നന്ദി. നന്ദിയുടെ മാത്രമല്ല, നോർമലി ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു സാധാരണ ഗ്രൂപ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് 3000 ആൾക്കാരുണ്ട് പല ഗ്രൂപ്പുകളിലായിട്ട്. ഇത് കുറച്ചൊന്ന് ആക്റ്റീവ് ആവും, പിന്നെ അല്ലേ കുറച്ചൊക്കെ പിന്നെ എല്ലാവരും അങ്ങോട്ട് ചടഞ്ഞങ്ങോട്ട് പോക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അതേ ആ ലെവലിൽ തന്നെയാണ് അന്നും ഇന്നും. ഇപ്പോൾ ഷാനവാസ് ഖാൻ്റെ ഒരു വോയിസ് വരുമ്പോഴും എല്ലാം അതേ വൈബ്രൻ്റ് തന്നെ, അതേ എനർജിക്കറ്റ് തന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഒരുപാട് പേർക്ക് ഇല്ല ജോലി എത്തിക്കാനും എല്ലാ 54 വയസ്സായാലും 60 വയസ്സായാലും 18 വയസ്സായാലും ഇന്ന ഗ്രൂപ്പില് 4 വർഷമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോ ഒരു പക്ഷെ ഇന്ന് കണ്ടവരുണ്ടാവും. നമ്മളെ വോയിസ് മാത്രല്ല ശ്രവിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം പിന്നെ പിടിക്കുന്ന ഷാനവാസ് ഖാനാണ്. 60 വയസ്സായാലും എത്ര പ്രായം? ഞാൻ അവരോട് പല പ്രാവശ്യം നിങ്ങളെ മോന്റെ പ്രായം ഉണ്ടോ? അത് നിങ്ങൾ ചെയ്യുന്ന ഒരു പക്ഷെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഞങ്ങൾ വിളിക്കണം. അത് അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ചില ആളുകൾക്ക് കിട്ടുന്ന അപൂർവമായിട്ടുള്ള സൗഭാഗ്യങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തായാലും മാഷാ അല്ലാഹ് സന്തോഷം. പിന്നെ നമ്മളെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും നല്ല സപ്പോർട്ടാണ് ഷാനവാസിന്. ഇപ്പോൾ ഒരാൾക്ക് റൂമില്ല എന്നു പറഞ്ഞിട്ട് വഴിയിലാണ് നിൽക്കുകയെന്ന് പറഞ്ഞാലും ഷാനവാസ് ഒരു വോയിസിലാണ് ഇങ്ങനെ ഒരാൾ റൂമില്ലാണ്ട് വഴിയിൽ നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ ആൾക്ക് അവിടുന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് റൂമും കാര്യങ്ങളാവണം, ജോബിന്റെ കാര്യങ്ങളാണ് എന്താണെങ്കിലും. ഷാനവാസിന് നമ്മളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്. അത് എന്നും നിലനിന്ന് പോട്ടെ. അള്ളാഹു ഷാനവാസിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം സന്തോഷം സമാധാനം കൊടുക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോ. എനിക്കൊരു ഒരു കാര്യം, ഞാൻ 2 വർഷമായിട്ട് ഇദ്ദേഹം ഒരുപാട് മോട്ടറാക്കല്ല സംഭവം വെച്ചാൽ 2 വർഷമായിട്ട് ഇപ്പൊ മൂപ്പര് കുറച്ച് ഫേമസ് ആണ്. 2 വർഷമായിട്ട് നമ്മളെ അറിഞ്ഞിട്ട് നമ്മളുടെ പരിപാടി ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടും കൂടി ഇല്ല. ഗ്രൂപ്പിൽ നമ്മളുടെ പരിപാടിനെ അറിഞ്ഞിട്ട് ഇതിലൊക്കെയുള്ള മനുഷ്യൻ നമ്മളെ എന്താ പറയാ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇതെനിക്ക് കിട്ടിയ ഈ ബഹുമാനപ്പെട്ട ഒരാളാണ് മൂപ്പര്. ഇൻഷാ അല്ലാഹ് സന്തോഷം. ഇത് നിങ്ങൾക്ക് ഖത്തർ ഡ്രൈവേഴ്സിന്റെ പേരിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇത് വെറുതെ സർപ്രൈസ് ആയി പോയിട്ടാ. ഇത് താങ്ക് യു ബ്രോ. അല്ല എനിക്ക് മൊമെന്റ് തന്നത് കൊണ്ടുപോകാൻ ഈ ട്രോഫി വേണ്ടിട്ട് സമർപ്പിക്കുന്നു. ഒരുപാട് സന്തോഷം. പൈസക്ക് ഇത് നമുക്കുള്ള. എന്നിട്ട് പിറ്റേ ദിവസം ലോകം അവസാനിക്കട്ടെ.
പോക്കി പോക്കിട്ട് എങ്ങനെ കൊണ്ടുപോകും. അപ്പൊ താങ്ക് യു ഗൈസ്. We'll be back.